തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കേരളത്തിലേക്ക് ഹവാല പണം ഒഴുകുന്നു. വിവിധ ജില്ലകളിൽ നിന്നായി പോലീസ് ഇതുവരെ പിടിച്ചെടുത്തത് 14 കോടി രൂപ. ആദായ നികുതി വകുപ്പ് കണ്ടെടുത്തത് 2 കോടി. റെയ്ഡ് വ്യാപകം. ഇന്ന് കള്ളപ്പണം പിടിച്ചത് 4 നിന്ന്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ കേസുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി VS അച്യുതാനന്ദൻ. അഴിമതിക്കാരെ പുറത്താക്കണമെന്നും VS. P ജയരാജനെ പ്രചാരണത്തിൽ നിന്ന് മാറ്റാൻ CPM തീരുമാനം. മുൻ നിശ്ചയിച്ച പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഓൾ ഇന്ത്യ മെഡിക്കൽ പ്രവേശന പരീക്ഷാർത്ഥികൾക്ക് ശിരോവസ്ത്രം ധരിക്കാമെന്ന് ഹൈക്കോടതി. ശിരോവസ്ത്രം ധരിക്കുന്ന വിദ്യാർത്ഥിനികൾ അരമണിക്കൂർ മുൻപ് ഹാജരാകണം. SSLC പരീക്ഷാ ഫലം നാളെ. സംസ്ഥാനത്ത് റെക്കോർഡ് ചൂട്. മലമ്പുഴയിൽ രേഖപ്പെടുത്തിയത് 41.9 ഡിഗ്രി സെൽഷ്യസ്. കുടിവെള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച ഉന്നതതല യോഗം. എല്ലാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും അധികം വാഗ്ദാനം ലഭിക്കുന്നവരാണ് പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർ. സൗജന്യ റേഷൻ, പെൻഷൻ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ പലപ്പോഴായി ലഭിക്കാറുണ്ടെങ്കിലും ഇവയൊന്നും തന്നെ നടപ്പാകാറില്ല. വാഗ്ദാനങ്ങൾ നൽകുന്ന കാര്യത്തിൽ എല്ലാ പാർട്ടികളും മുന്നണികളും ഒരുപോലെയാണെന്നും ഇവർ പറയുന്നു. കശുവണ്ടി തൊഴിലാളിയുടെ തൊഴിൽ, കൂലി സംരക്ഷണം ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലെയും സ്ഥിരം വാഗ്ദാനമാണ്. എന്നാൽ അതൊരിക്കലും ഫലപ്രദമായി നടപ്പിലായിട്ടില്ല. ജോലിയില്ലാതെ ആൾക്ക് ജീവിക്കാനൊക്കത്തില്ലല്ലോ. ഇപ്പോൾ കമ്പനി അടച്ചിട്ടിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി. ഓണം കഴിഞ്ഞാർക്ക് 10-30 ദിവസത്തെ ജോലി എങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ജോലി ചെയ്താൽ ജനങ്ങൾ എങ്ങനെ ജീവിക്കും? കശുവണ്ടി വ്യവസായത്തിന്റെ ആസ്ഥാനമായ കൊല്ലം ജില്ലയിൽ 400-ലധികം ഫാക്ടറികളാണ് നാളുകളായി അടഞ്ഞുകിടക്കുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഫാക്ടറികളടക്കം ജില്ലയിൽ ഏതാണ്ട് 500ഓളം കശുവണ്ടി ഫാക്ടറികളുണ്ട്. ഇതിൽ ഭൂരിഭാഗവും അടഞ്ഞുകിടക്കുകയാണ്. തോട്ടണ്ടി ലഭിക്കുന്നില്ല എന്ന കാരണമാണ് മുതലാളിമാർ ചൂണ്ടിക്കാണിക്കുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ ആകട്ടെ തൊഴിലാളികൾക്കുള്ള PFO ഗ്രാറ്റുവിറ്റിയോ നൽകുന്നില്ല. സമരമൊഴിഞ്ഞ കാലം കേരളത്തിലെ കയർ മേഖലയിൽ ഉണ്ടായിട്ടില്ല. വരുമാന ഉറപ്പ് പദ്ധതിയും കടാശ്വാസ പർച്ചേസ് സ്കീമുമെല്ലാം ഇപ്പോഴും അവതാളത്തിലാണ്. പെൻഷൻ സമയബന്ധിതമായി നടപ്പാക്കാനായില്ല. സംഭരണ വില പോലും നൽകാതായത് സഹകരണ സംഘങ്ങളെയും പ്രതിസന്ധിയിലാക്കി. കയർ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത മാർഗങ്ങൾ മുന്നോട്ട് വരുമ്പോഴും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വലിയ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വെച്ചുപുലർത്തുന്നത്. സംഘടിത ട്രേഡ് യൂണിയനുകൾ പോലും ശക്തമല്ലാത്ത മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിത്യജീവിതം തന്നെ പ്രതിസന്ധിയിലാണ്. സൗജന്യ റേഷനോ പെൻഷനോ കൃത്യമായി ലഭിക്കാറില്ല. പെൻഷൻ കെട്ടിക്കിടക്കുകയാണ്. പെൻഷൻ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുമ്പോൾ ചായ പോലും കുടിക്കാൻ നിവൃത്തിയില്ലാത്ത രൂപത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് എന്ത് പണിക്ക് വേണമെങ്കിലും പോകാമെന്നുള്ള രീതിയിലായി ഇവിടുത്തെ ഫിഷർമാൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്ന നിയമങ്ങൾ ഈ തൊഴിൽ മേഖലയെ തന്നെ ഇല്ലാതാക്കുന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു. ദൈനംദിന ജീവിതം എങ്ങനെ തള്ളി നീക്കുമെന്നത് തന്നെയാണ് ഇവരുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവർക്ക് വോട്ട് നൽകൂ എന്നാണ് ഇവർ പറയുന്നത്. തെരഞ്ഞെടുപ്പായതോടെ പതിവ് വാഗ്ദാനങ്ങളും ഇവരെ തേടി എത്തിക്കഴിഞ്ഞു. ഇത്തവണയെങ്കിലും വിജയിച്ചു വരുന്നവർ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഇവരുടെ ഓരോ വോട്ടും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. കേരളത്തിലെ കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ തൊഴിലെടുക്കുന്ന മേഖലയാണ് പരമ്പരാഗത വ്യവസായ മേഖല. എല്ലാ സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഇവരുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് അവരുടെ നേർസാക്ഷ്യങ്ങൾ വ്യക്തമാക്കി തരുന്നത്. ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും വൈവിധ്യങ്ങളാർന്ന വാഗ്ദാനങ്ങളുമായി ഇവർ വോട്ട് തേടിയെത്താറുണ്ട്. എന്നാൽ ഏതു തരത്തിലുള്ള മാറ്റമാണ് ഇതിവരുടെ ജീവിതത്തിൽ വരുത്തി തീർക്കുന്നത്? മറ്റൊരു തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ വന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി എത്തിയിരിക്കുന്നത് CITU-വിനെ പ്രതിനിധീകരിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ PP ചിത്തരഞ്ജൻ ആലപ്പുഴയിൽ നിന്ന് തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. മത്സ്യഫെഡ് ചെയർമാൻ ശ്രീ P ദിനകരൻ ആലപ്പുഴയിൽ നിന്ന്, കശുവണ്ടി തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും RYF മുൻ ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ ബിജു ലക്ഷ്മികാന്തൻ കൊല്ലത്ത് നിന്ന്, ഒപ്പം തന്നെ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ ശ്രീ പീറ്റർ ടെലിഫോൺ ലൈനിലും ഉണ്ടാകും. ശ്രീ PP ചിത്തരഞ്ജൻ, നിങ്ങൾ ഭരിച്ചു, അതിനു മുൻപ് UDF ഭരിച്ചു, അങ്ങനെ മാറി മാറി കേരളത്തിൽ പല സർക്കാരുകളും വന്നു. എന്താണ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ? ഇനി വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രകടന പത്രികയിലും ധാരാളം വാഗ്ദാനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പരിഹാരം കാണാൻ പോകുന്നത്?
ഹലോ 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 എന്നോടാണോ ചോദ്യം? ശ്രീ പി ചിത്തരഞ്ജൻ, താങ്കളോടാണ്. കേൾക്കാൻ വയ്യ, ചോദ്യം ഒന്നുകൂടെ. ഹലോ ശ്രീ പി ചിത്തരഞ്ജൻ, എനിക്ക് തോന്നുന്നു ചെറിയ ചില സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ താങ്കളുടെ ലൈനിൽ ചെറിയ പ്രോബ്ലം ഉണ്ടായതാണ്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മത്സ്യഫെഡ് ചെയർമാൻ ശ്രീ പി ദിനകരൻ ആലപ്പുഴയിൽ നിന്നുണ്ട്. എനിക്ക് തോന്നുന്നു ശ്രീ ദിനകരൻ, താങ്കൾക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. മത്സ്യമേഖലയായാലും അതുപോലെ തന്നെ കയർ മേഖലയായാലും കശുവണ്ടി മേഖലയായാലും കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ജീവിതാവസ്ഥ ഒന്നു തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പുതിയ പുതിയ വാഗ്ദാനങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അടുത്തെത്തുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ? ഏത് തരത്തിലുള്ളൊരു പരിഹാരമാണ് ഇതിന് മുന്നിൽ ഉണ്ടാകാൻ പോകുന്നത്? ശ്രീ ദിനകരൻ. മത്സ്യത്തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന രീതിയിലും മത്സ്യഫെഡിൻ്റെ ചെയർമാൻ എന്ന നിലയിലും മത്സ്യമേഖലയെ കേന്ദ്രീകരിച്ചാണ് ചില അഭിപ്രായ പ്രകടനം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മത്സ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മത്സ്യത്തൊഴിലാളികൾ വല്ലാത്ത ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിസന്ധിക്കുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയത്തിൻ്റെ ഫലമായിട്ടാണ്. 1997 മുരാരി കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കപ്പലുകൾക്കും ട്രോളറുകൾക്കും ലൈസൻസ് കൊടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിരുന്നു. അത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചതാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ വന്ന NDA ഗവൺമെൻറ് ആണെങ്കിൽ ഡോക്ടർ മീനാകുമാരി കമ്മിറ്റിയെ വെച്ചു, ഡോക്ടർ സൈതാറാവു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചു, ചില നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. അതനുസരിച്ച് വിദേശ കപ്പലുകൾക്കും ട്രോളറുകൾക്കും ലൈസൻസ് കൊടുക്കുക മാത്രമല്ല 12 നോട്ടിക്കൽ മൈലിനപ്പുറത്ത് കടന്നു ചെന്ന് യന്ത്രവൽകൃതമല്ലാത്ത മത്സ്യബന്ധന യാനങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്നൊരു നിബന്ധന കൂടി കൊണ്ടുവന്നു. അതായത് 12 നോട്ടിക്കൽ മൈൽ വരെ കേരളത്തിലെ യന്ത്രവൽകൃത യാനങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താം. 12 നോട്ടിക്കൽ മൈലിനപ്പുറത്ത് മത്സ്യബന്ധനം നടത്തണമെന്നുണ്ടെങ്കിൽ യന്ത്രവൽകൃതമല്ലാത്ത യാനങ്ങൾക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. അത് അസാധ്യമാണ്. യന്ത്രവൽക്കരിക്കാത്ത യാനങ്ങൾക്ക് 2-3 നോട്ടിക്കൽ മൈലിനപ്പുറത്തേക്ക് പോകാൻ പറ്റുകയില്ല. ആ സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ് പുതിയ ഉത്തരവ് ഇറക്കിയത്. 12 നോട്ടിക്കൽ മൈലിനുള്ളിൽ യന്ത്രവൽകൃത യാനങ്ങൾ മത്സ്യബന്ധനം നടത്താം, 12 നോട്ടിക്കൽ മൈലിനപ്പുറത്ത് മാത്രമേ യന്ത്രവൽകൃതമല്ലാത്ത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനം നടത്താൻ പാടുള്ളൂ എന്നൊരു തീരുമാനം വന്നു. തന്നെയുമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഈ വിദേശ കുത്തക കമ്പനികൾക്ക്, ഇന്ത്യൻ കുത്തക കമ്പനികൾക്കും ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലൈസൻസ് കൊടുക്കാനുള്ള നീക്കമായി വന്നിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 200 നോട്ടിക്കൽ മൈൽ ആണ് നമ്മുടെ സമുദ്ര അതിർത്തി. അതിൽ 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ അതിർത്തിയാണ്. ബാക്കിയുള്ള 188 നോട്ടിക്കൽ മൈലിനുള്ളിൽ LOP ലഭിക്കുന്ന വിദേശ യാനങ്ങൾക്ക് കടന്നു വന്ന് മത്സ്യബന്ധനം നടത്താനുള്ള ഒരു അവസരമാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടനകളെല്ലാം, ഞാൻ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്, ഞങ്ങൾ ഒന്നിച്ച് നിന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും ഇതുവരെ ആ ഉത്തരവുകൾ റദ്ദ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. തന്നെയുമല്ല, ഇപ്പോൾ പുതിയ ഡോക്ടർ അയ്യപ്പൻ കമ്മിറ്റിയെ വെച്ചു. ഈ ഉത്തരവുകൾ നിലനിൽക്കെ തന്നെയാണ് ഡോക്ടർ അയ്യപ്പൻ കമ്മിറ്റിയെ വെച്ചത്. ആ കമ്മിറ്റിയിൽ സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയില്ല, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളില്ല. ഇതിനെ സംബന്ധിച്ചൊരു പുനർചിന്തനം നടത്തണമെന്നും സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയും മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധി ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിക്ക് മാത്രമേ
ഈ ആഴക്കടലും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ബിജു ലക്ഷ്മികാന്തൻ, കശുവണ്ടി വ്യവസായം ആകെ തകർച്ചയുടെ വക്കിലാണല്ലോ. കാപ്പക്സിന്റെയും കശുവണ്ടി വികസന കോർപ്പറേഷന്റെയും കീഴിലുള്ള ഫാക്ടറികളെ നവീകരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? കശുവണ്ടി മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ജീവിതാവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ സർക്കാരുകൾക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ കശുവണ്ടി മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി? കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് 2011 അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന കാലഘട്ടം മുതൽ കശുവണ്ടി തൊഴിലാളി മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് അധികാരത്തിലിരുന്ന സഖാവ് VS അച്യുതാനന്ദ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തൊഴിൽ വകുപ്പിനോടൊപ്പം കശുവണ്ടി വ്യവസായത്തിന് വ്യക്തമായ പ്രാധാന്യം നൽകിക്കൊണ്ട് സഖാവ് PK ഗുരുദാസനെ ആ വകുപ്പ് കൂടി ഏൽപ്പിച്ചുകൊണ്ട് പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ശക്തമായ നിലപാടെടുത്തുകൊണ്ട് തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ നിലപാടെടുത്തു. എന്നാൽ അതിനുശേഷം അധികാരത്തിൽ വന്ന UDF നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ് കശുവണ്ടി വ്യവസായ തകർച്ചയിലേക്ക് തള്ളിവിടുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കശുവണ്ടി വ്യവസായത്തിൽ വളരെ മാതൃകാപരമായ സ്ഥാപനമായിരിക്കേണ്ട കാഷ്യൂ കോർപ്പറേഷൻ ഫാക്ടറികളടക്കം ഈ മേഖലയിൽ അടച്ചിട്ടിരിക്കുന്നു. കശുവണ്ടി തൊഴിലാളികൾ പട്ടിണിയുടെ പരിധിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 30ഓളം കാഷ്യൂ കോർപ്പറേഷന് കീഴിലുള്ള 30ഓളം കാഷ്യൂ ഫാക്ടറികൾ അടഞ്ഞുകിടക്കുന്നു. വ്യവസായ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് കൂലി വർധനവ് വർദ്ധിപ്പിച്ചതിന് ശേഷം ആ വർധനവ് നടപ്പിലാക്കുന്നതിന് ഉത്തമമായ ബോധ്യമുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിന് ബാധ്യസ്ഥമായിട്ടുള്ള കാഷ്യൂ കോർപ്പറേഷൻ അടക്കമുള്ള മാതൃകാ സ്ഥാപനങ്ങൾ അടച്ചിടുവാൻ ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ തുറക്കുവാൻ ഈ ഗവൺമെൻറ്റിന് കഴിയാതിരിക്കുന്നു എന്നുള്ളത് തന്നെ കശുവണ്ടി വ്യവസായത്തെ വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടിട്ടിരിക്കുന്നത്. കശുവണ്ടി മേഖലയിൽ നിൽക്കുന്ന ഒരു സഖാവ് എന്നുള്ള നിലയിൽ അവരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ കഴിയാത്തതിൽ ഒട്ടേറെ വിഷമത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നത്. കശുവണ്ടി തൊഴിലാളികളുടെ ആ പോരാട്ടം തന്നെയാണ് ഞങ്ങളുടെ മനോവീര്യമായി ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യവസായത്തെ രക്ഷിക്കുവാൻ കഴിയണമെങ്കിൽ 2006 മുതൽ 2011 കാലഘട്ടത്തിൽ പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് PK ഗുരുദാസന് വ്യവസായവും ഈ തൊഴിൽ വകുപ്പിനോടൊപ്പം തന്നെ കശുവണ്ടി വ്യവസായം കൊടുത്തു. അതുപോലെ തന്നെയാണ് കയർ വകുപ്പിൻ്റെ ചുമതല സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന G സുധാകരന് ആലപ്പുഴയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയിൽ G സുധാകരന് കൊടുത്തു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പരമ്പരാഗത വ്യവസായങ്ങളെയും സംരക്ഷിക്കുവാൻ കഴിയുന്ന തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാട് തന്നെ വരും കാലങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരുപക്ഷെ താങ്കൾ പറയുന്നതിന്റെ നേരെ മറുഭാഗമാണ് UDFന് പറയാനുള്ളത്. കാരണം അവരുടെ പ്രകടന പത്രികയിൽ ഇത്തവണ അവർ വളരെ വ്യക്തമായി കുറെ അധികം വാഗ്ദാനങ്ങൾ നൽകുന്നു. അതിലൊന്ന് കശുവണ്ടി വ്യവസായത്തിൽ പരമാവധി തൊഴിൽ ദിനങ്ങൾ തൊഴിലാളികൾക്ക് ഉറപ്പുവരുത്തുമെന്നുള്ളതാണ്. കാപ്പക്സിന്റെയും കശുവണ്ടി വികസന കോർപ്പറേഷന്റെയും കീഴിലുള്ള ഫാക്ടറികൾ നവീകരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരും എന്നവരുടെ വാഗ്ദാനമായി പറയുന്നു. ഈ തരത്തിൽ കശുവണ്ടി മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നവീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുമെന്ന വാഗ്ദാനവുമായാണ് UDF ഇത്തവണ വോട്ടർമാരെ സമീപിക്കുന്നത്. അത് തെറ്റായ ഒരു വാഗ്ദാനമാണ്. 2011 UDF ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിൽ വരുവാൻ സാഹചര്യമൊരുക്കിയ 2011 തെരഞ്ഞെടുപ്പിലും UDF ഇതേ വാഗ്ദാനം തന്നെയാണ് ജനങ്ങളുടെ മുമ്പാകെയും കശുവണ്ടി തൊഴിലാളികളുടെ മുമ്പാകെയും വെച്ചത്. എന്നാൽ അവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുമ്പോൾ കേരളത്തിലെ എല്ലാ കശുവണ്ടി വ്യവസായ സ്ഥാപനങ്ങളും കാഷ്യൂ ഫാക്ടറികളും അടച്ചിട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതുതന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടുത്തെ കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കുവാൻ UDF ഗവൺമെൻറ്റിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു വർഷത്തിൽ 280 മുതൽ 300 ദിവസക്കാലം തൊഴിൽ നൽകിയെങ്കിൽ ഇപ്പോൾ ഫാക്ടറികൾ എന്നേക്കുമായി അടച്ചിട്ടുകൊണ്ട് വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ് തള്ളിവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി മത്സരിക്കുന്ന കുന്നത്തൂർ മണ്ഡലത്തിൽ 1 ലക്ഷത്തിനോടടുപ്പിച്ചുള്ള കശുവണ്ടി തൊഴിലാളികളുണ്ട്. അതുപോലെ തന്നെ RSPയുടെ ഭാഗമായിരിക്കുന്ന തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഷിബു ബേബി ജോൺ ഭാഗമായിട്ടിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇരേപുരത്ത് മത്സരിക്കുന്നു. അദ്ദേഹമൊക്കെ ഒട്ടേറെ പ്രതിസന്ധി നേരിടുന്നു. അദ്ദേഹം അവിടെ പരാജയപ്പെടാൻ പോവുകയാണ്. കുന്നത്തൂരിൽ ഇടതുപക്ഷത്തിന്റെ വളരെ ശക്തമായിട്ടുള്ള ബിജു ലക്ഷ്മികാന്തൻ, നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾ നൽകുമെന്ന് പറയുന്ന നിങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ UDFന്റെ പ്രകടന പത്രികയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്ന് തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരേ തരം വാഗ്ദാനങ്ങളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വോട്ട് തേടുന്നതും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും അത് തന്നെയായിരുന്നു, അതിന്റെ മുൻപത്തെ തെരഞ്ഞെടുപ്പ് കാലത്തും അത് തന്നെയായിരുന്നു. നിങ്ങളെല്ലാം അധികാരത്തിൽ വന്നിട്ട് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചോദ്യം.
മാധ്യമരംഗത്ത് നിൽക്കുന്നവർ വിലയിരുത്തപ്പെടണം. 2006 മുതൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ സഖാവ് VS നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളും 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പറഞ്ഞ് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 2016 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും പറയുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി എന്നുള്ളത് കാലം തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ നേതൃത്വപരമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ശ്രീ പി ചിത്തരഞ്ജൻ, എന്താണ് കയർ വ്യവസായത്തിലെ കയർ മേഖലയിലെ ഇപ്പോഴത്തെ അവസ്ഥ? ഇത്തവണ UDF വളരെ വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ കയർ മേഖലയിലുള്ളവരിൽ നിന്ന് വോട്ട് ചോദിക്കുന്നത്. കയർ തൊഴിലാളികൾക്കുള്ള സമഗ്ര ഭവന പദ്ധതി, കയർ മേഖലയിലെ തൊഴിലാളികളുടെ ദിവസവേതനം വർദ്ധിപ്പിക്കും, കയർ സഹകരണ സംഘങ്ങൾക്ക് പ്രവർത്തന മൂലധനം വർദ്ധിപ്പിച്ചു നൽകും തുടങ്ങി അവരുടെ അടിസ്ഥാന ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളുമായി അവർ വോട്ടർമാരെ തേടുന്നു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കേരളത്തിലെ കയർ തൊഴിലാളികൾ UDFിൻ്റെ ഈ വാഗ്ദാനത്തെ പുച്ഛത്തോട് തള്ളിക്കളയുന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. കാരണം 5 വർഷക്കാലം UDF ഈ കേരളം ഭരിച്ചു. ഈ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായമാണ് കയർ വ്യവസായം. ആ കയർ വ്യവസായം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ കയർ മന്ത്രിക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് 5 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വിദേശ പര്യടനം നടത്തി കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച മന്ത്രി എന്നതിനേക്കാൾ അപ്പുറം കയർ വ്യവസായത്തിന് ഈ മന്ത്രിക്ക് ഒരു സ്ഥാനവുമില്ല. ആലപ്പുഴയിൽ നിന്ന് തന്നെ 2006-2011 കാലയളവിൽ ഒരു കയർ മന്ത്രി ഉണ്ടായിരുന്നു, സഖാവ് G. സുധാകരൻ. അദ്ദേഹത്തിൻ്റെ 5 വർഷക്കാലത്തിൽ ഒരു ദിവസം പോലും അദ്ദേഹം വിദേശ രാജ്യത്ത് പോയിട്ടില്ല. കയർ എന്താണെന്നറിയാത്ത, കയർ ഉൽപ്പന്നങ്ങൾ എന്താണെന്നറിയാത്ത നിരവധി രാജ്യങ്ങളിലാണ് ഉസ്ബെക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ മലേഷ്യയും സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങളിൽ ഒരുപറ്റം ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ചുറ്റിയടിച്ച് കറങ്ങി നടന്ന മന്ത്രി എന്നുള്ള ഖ്യാതിയാണ് കേരളത്തിലെ കയർ വകുപ്പ് ഇന്ന് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കുള്ളത്. ഇടതുപക്ഷ മുന്നണിയുടെ കാലഘട്ടത്തിൽ 5 വർഷക്കാലം 400 കോടി രൂപയാണ് കയർ വ്യവസായത്തിൻ്റെ നവീകരണത്തിനും പുനരുദ്ധാരണത്തിനും വേണ്ടി ആ ഗവൺമെൻറ് ചെലവഴിച്ചത്. ചെറുകിടക്കാരനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കൊടുത്ത് സംസ്ഥാനത്തെ പൊതുമേഖലാ വ്യവസായങ്ങളായ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന കയർ കോർപ്പറേഷനും ഫോർമാറ്റിംഗ് അടക്കമുള്ള സ്ഥാപനങ്ങളെ അതിന് പ്രവർത്തന മൂലധനം നൽകിക്കൊണ്ടും നമ്മുടെ നാട്ടിലെ 10,000-കണക്കിന് വരുന്ന കയർവിരി തൊഴിലാളികൾ ആ കയർവിരി തൊഴിലാളികളിൽ നിന്ന് വാങ്ങുന്ന കയർ അത് വാങ്ങി സംഭരിക്കുന്ന കയർ ഫെഡ്, ആ കയർ ഫെഡിന് പ്രവർത്തന മൂലധനം നൽകിക്കൊണ്ട് കയറിന് ന്യായമായ വില കൊടുത്ത് അത് വാങ്ങി സംഭരിക്കാനടക്കമുള്ള നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഫലമായി ഈ ആലപ്പുഴ അടക്കമുള്ള ഈ കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലകളിൽ തൊഴിലാളികൾക്ക് തൊഴിലുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡിപ്പോ സമ്പ്രദായം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ചെറുകിടക്കാരനെ ചൂഷണം ചെയ്യുന്ന സമ്പ്രദായം ആ ഗവൺമെൻറ് കാലത്ത് നിർത്തലാക്കി 32 ചെറുകിട ഉൽപ്പാദക സഹകരണ സംഘങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ട് ആ ചെറുകിട ഉൽപ്പാദക സഹകരണ സംഘങ്ങൾ വഴി ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി സൂക്ഷിക്കുവാനുള്ള നടപടി അന്ന് സഖാവ് G. സുധാകരൻ കയർ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അടൂർ പ്രകാശ് കയർ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ ആ ഡിപ്പോ സമ്പ്രദായം തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ലോകത്ത് ആലപ്പുഴയുടെയും കേരളത്തിൻ്റെയും ഖ്യാതി എത്തിക്കുവാൻ കഴിയുന്ന നിലയിലാണ് കയർമേള സംഘടിപ്പിച്ചത്. ആ കയർമേളയ്ക്ക് വളരെ വിപുലമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് വിജയകരമായി ആ കയർമേള സംഘടിപ്പിച്ചു. അതിനുശേഷം 5 വർഷക്കാലം കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഒരു പുതിയ ഓർഡറും വാങ്ങാൻ കഴിഞ്ഞില്ല. പുതിയ ഒരു ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുവാൻ കഴിയുന്ന വിപണി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പരമ്പരാഗത വ്യവസായം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ്. ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ് കാലത്ത്, VS ഗവൺമെൻറ് കാലത്ത് അന്നത്തെ കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നിന്നുള്ള പ്രതിനിധി എന്നുള്ള നിലയിൽ തന്നെ നന്നായി പഠിച്ച് അദ്ദേഹം അന്നത്തെ കയർ മന്ത്രി കൈകാര്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കയർ വ്യവസായത്തിൽ സൊസൈറ്റികൾ, സഹകരണ സംഘങ്ങൾ. ആ സഹകരണ സംഘങ്ങൾക്ക് പ്രവർത്തന മൂലധനം കൊടുത്തു. അതിൻ്റെ ഫലമായി സഹകരണ സംഘങ്ങൾ ഉൽപ്പാദനം നടത്തുവാൻ കഴിയുന്ന സ്ഥിതി വന്നു. അവിടെ ഉൽപ്പാദനം വർദ്ധിച്ചു. അങ്ങനെ ഉൽപ്പാദനം വർദ്ധിച്ചപ്പോൾ തൊഴിലാളിക്ക് കൂടുതൽ തൊഴിലവസരങ്ങളുണ്ടായി. ഈ നിലയിലേക്ക് ചെറുകിട വ്യവസായ മേഖലയായാലും പൊതുമേഖലയിലുള്ള വ്യവസായങ്ങളിൽ പണിയെടുക്കുന്നവരായാലും
അതോടൊപ്പം തന്നെ ഈ സൊസൈറ്റികളിൽ പണിയെടുക്കുന്ന കയർ തൊഴിലാളിയാണെങ്കിലും അവർക്കാകെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന നിലയിലേക്കുള്ള ദീർഘവീക്ഷണത്തോടുള്ള നടപടിയാണ് LDF ഗവൺമെൻറ് കാലത്ത് സ്വീകരിച്ചിരുന്നെങ്കിൽ ആഭ്യന്തര വിപണി വിപുലപ്പെടുത്തുവാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് കുടുംബശ്രീ അടക്കമുള്ള സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കയർ ഉൽപ്പന്നങ്ങൾ വീടുകളിൽ വിറ്റഴിക്കുവാൻ, വീടുകളിലെത്തിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക്, എന്തിനേറെ ഓണം പോലെയുള്ള സന്ദർഭത്തിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള സഖാവ് ജി സുധാകരൻ തന്നെ അദ്ദേഹം ഈ വിൽപ്പനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇറങ്ങി നടന്ന് ഈ കയർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടാക്കിക്കൊണ്ട് കയർ ഉൽപ്പന്നങ്ങൾക്ക് ആഭ്യന്തര വിപണി തുടക്കുവാൻ കഴിയുന്ന നിലയിലേക്കുള്ള ബഹുമുഖ പദ്ധതിയാണ് ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ് കാലത്ത് നടപ്പിലാക്കിയെങ്കിൽ. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ പീറ്റർ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ പീറ്റർ, ഇവിടെ മത്സ്യഫെഡ് ചെയർമാൻ ശ്രീ ദിനകരൻ പറയുകയായിരുന്നു, മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ സാധാരണ ചെറുകിട മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ്. എന്താണ് മത്സ്യമേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി? ആരാണ് ആ പ്രതിസന്ധിക്ക് ഉത്തരവാദികൾ? വീണ്ടും തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന വാഗ്ദാനങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? മത്സ്യമേഖലയില് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊണ്ടുവന്നിട്ടുള്ള നയപരമായ സമീപനങ്ങൾ തികച്ചും മത്സ്യത്തൊഴിലാളി വിരുദ്ധമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. വിദേശ മീൻപിടുത്ത കപ്പലുകളുടെ കടന്നുകയറ്റം പരമ്പരാഗത മീൻപിടുത്ത സമൂഹത്തെ ഒട്ടനവധി പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുകയുണ്ടായി. മാത്രമല്ല, ഇപ്പൊ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഈ തീരക്കടലിലെ മത്സ്യസമ്പത്തിന്റെ ശോഷണമാണ്, മത്സ്യസമ്പത്തിന്റെ കുറവാണ്. ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിരന്തരം ആവശ്യപ്പെട്ടു. എന്തിനേറെ പറയുന്നു, നമ്മുടെ തീരക്കടലിൽ എയർ ട്രോളിംഗ്, ബുൾ ട്രോളിംഗ്, ബോട്ടം ട്രോളിംഗ് ഇങ്ങനെയുള്ള അശാസ്ത്രീയമായ മത്സ്യബന്ധനം യഥേഷ്ടം തുടരുന്നതിനാൽ നമ്മുടെ ചെറു മത്സ്യങ്ങളെ പോലും പിടിച്ചുകൊണ്ടുപോയി തമിഴ്നാട്ടിലെ മുട്ടം കേന്ദ്രീകൃതമായിട്ട് ഒരു ഫാക്ടറി ഉണ്ട്, അവിടെ കൊണ്ടുപോയി മത്സ്യത്തീറ്റ, കോഴിത്തീറ്റ, പിന്നെ അവശേഷിക്കുന്നവ വളത്തിനുമായി മാറ്റുമ്പോൾ ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിക്കൊണ്ടായി. നമ്മുടെ തീരക്കടലിലെ മത്സ്യസമ്പത്തെല്ലാം കോരിയെടുത്തുകൊണ്ട് പോകുന്ന ഈ അശാസ്ത്രീയമായ മത്സ്യബന്ധനം തടയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യത്തിൽ നടപടി കൈക്കൊണ്ടിട്ടില്ല. പ്രത്യേകിച്ച് തീരദേശ പോലീസിനും കോസ്റ്റ് ഗാർഡിനും അതുപോലെ തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റിനും ചുമതലയുണ്ട്. ആ മറൈൻ എൻഫോഴ്സ്മെന്റും മറ്റുമൊക്കെ നോക്കുകുത്തിയായിരിക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഈ സർക്കാരുകൾ കൈക്കൊണ്ട നടപടികൾ തികച്ചും തൊഴിലാളി വിരുദ്ധമായിരുന്നു. മറ്റൊന്ന്, ഈ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം ശ്രീ പീറ്റർ, മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പോലെ തന്നെ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവരുടെയും കാര്യം പരിശോധിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ വരുന്ന സർക്കാരുകൾക്കുമെല്ലാം അവരുടെ പ്രശ്നങ്ങളോട് ആത്മാർത്ഥമായ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ടോ? അതോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് വോട്ടിന് വേണ്ടി മാത്രം എത്തുന്ന ഒരു സമീപനമാണോ കഴിഞ്ഞകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉള്ളത്? അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇപ്പൊ കഴിഞ്ഞ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ രണ്ട് ഉദാഹരണം മാത്രം ഞാനിവിടെ ഉന്നയിക്കാം. ഒന്ന്, മത്സ്യത്തൊഴിലാളികളുടെ 2007 വരെയുള്ള കടങ്ങൾ എഴുതിത്തള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് കടാശ്വാസ കമ്മീഷനെ രൂപപ്പെടുത്തി. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഓരോ വർഷവും ബഡ്ജറ്റിൽ നാമമാത്രമായ തുക വകയിരുത്തിക്കൊണ്ട് അത് കടാശ്വാസ കമ്മീഷന്റെ സിറ്റിങ്ങിനും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയും ബാക്കി എന്താണ് ഒരു പ്രഖ്യാപനം വരും, മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഒരു കൊല്ലത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങളുടെ ബാങ്കുകളിൽ ഇപ്പോൾ തിരിച്ചടക്കേണ്ട കാര്യമില്ല. ഇതാണോ സർക്കാർ കൈക്കൊള്ളേണ്ടത്? 2007 വരെയുള്ള കടങ്ങൾ എഴുതി തള്ളുവാനുള്ള തുക ബഡ്ജറ്റിൽ വകയിരുത്തണമെന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അത് നടന്നിട്ടില്ല. മറ്റൊന്ന്, രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന KM മാണി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 108 ആംബുലൻസ് മാതൃകയിൽ മറൈൻ ആംബുലൻസ് പ്രഖ്യാപിച്ചു. ഞങ്ങളിതുവരെ മറൈൻ ആംബുലൻസ് പോയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ബോട്ട് പോലും ഇവിടെ കണ്ണെടുത്ത് കാണാനില്ല. അപ്പോ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയതുകൊണ്ട് മാത്രമായില്ല, മത്സ്യത്തൊഴിലാളികളുടെ സമഗ്രമായ വികസനത്തിനും മത്സ്യത്തൊഴിലാളി നിലനിൽപ്പിനും വേണ്ടുന്ന പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത്. ഇപ്പോൾ രണ്ട് മുന്നണിയുടെ പ്രകടന പദ്ധതികൾ ഞാൻ പരിശോധിക്കുകയുണ്ടായി.
കുറച്ചെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് ആശയ്ക്ക് വക നൽകുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക. അതേസമയം UDF-ന്റെ പ്രകടന പത്രിക പരിശോധിച്ചപ്പോൾ നാമമാത്രമായ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇവിടെ ഞാൻ തിരിച്ചു വരാം. ശ്രീ ദിനകരൻ, മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരുടെ ജീവിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന, അവർക്ക് സംരക്ഷിതത്വവും സുരക്ഷിതത്വവും നൽകുന്ന ദീർഘകാലാടിസ്ഥാനത്തിലുള്ള അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന തരത്തിലുള്ള ഒരു പദ്ധതികളും ആവിഷ്കരിക്കാൻ ആത്മാർത്ഥമായ ഇടപെടൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളും തെളിവുകളുമാണ് പീറ്റർ നിരത്തിയത്. ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൽ പല ഗവൺമെൻറ്റുകൾ മാറി മാറി അധികാരത്തിൽ വന്നിട്ടുണ്ട്. ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിന് ശേഷം മത്സ്യമേഖലയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെൻറ്റാണ് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മണ്ണെണ്ണ നമ്മുടെ സംസ്ഥാനത്ത് നൽകിക്കൊണ്ടിരുന്ന മണ്ണെണ്ണ 3 മാസത്തേക്ക് 29,436 കിലോ ലിറ്റർ എന്നുള്ളത് ഇപ്പോൾ അവർ 27,960 കിലോ ലിറ്ററായിട്ട് വെട്ടിക്കുറച്ചു. ആ വെട്ടിക്കുറച്ചതിൻ്റെ ഫലമായിട്ട് പെർമിറ്റ് മണ്ണെണ്ണ കൊടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണയുടെ കുറവ് വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നയമാണ്. അതേ സമയത്ത് 2013-14 ബഡ്ജറ്റിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ ശരിയായ രീതിയിൽ ലഭ്യമാകുന്നതിന് വേണ്ടി 100 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മത്സ്യഫെഡിന് എന്ന് പറഞ്ഞ് 100 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ട് കേരളത്തിൽ 12 മണ്ണെണ്ണ ബങ്കുകൾ സ്ഥാപിച്ച് ആ മണ്ണെണ്ണ ബങ്കുകളിലൂടെ ലിറ്ററിന് 25 രൂപ സബ്സിഡി നിരക്കിൽ മണ്ണെണ്ണ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ പറയുവാനുള്ളത് നമുക്കറിയാം. ഇപ്പോൾ മത്സ്യത്തൊഴിലാളിയുടെ പെൻഷൻ 600 രൂപയാക്കി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഭവന നിർമ്മാണത്തിലുള്ള സഹായം 50,000 രൂപയായിരുന്നു. അത് 2 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു. പ്രകൃതിക്ഷോഭം മൂലം ഈ ആനുകൂല്യം വാങ്ങിച്ച് നിർമ്മിച്ച വീടുകൾ നഷ്ടപ്പെട്ടാൽ വീണ്ടും സഹായം കൊടുക്കാനുള്ള ഉത്തരവുണ്ടായി. വീടുകളുടെ റിപ്പയറിന് 20,000 രൂപയായിരുന്നു. അത് 50,000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ടോയ്ലറ്റ് നിർമ്മാണത്തിന് 17,500 രൂപ ഗ്രാന്റ് കൊടുക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചു. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിധവകളുടെ മക്കളുടെ വിവാഹം 1,500 രൂപയായിരുന്നു. അത് 10,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ, എറണാകുളം, കോട്ടയം 3 ജില്ലകളിലെ 222 വാർഡുകൾ കേന്ദ്രീകരിച്ച് തീര മൈത്രി പദ്ധതിക്ക് രൂപം കൊടുത്തു. 4 സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പിന് 2 ലക്ഷം രൂപ, 80,000 രൂപ, 80% ഗ്രാന്റ്, 15% വായ്പ. ആ വായ്പ തുകയ്ക്ക് പലിശയില്ല. 5% അവരുടെ കോൺട്രിബ്യൂഷൻ. അവരുടെ ഓഫീസ് നിർമ്മാണത്തിന് 1.5 ലക്ഷം രൂപ ഗ്രാന്റ്. ഒരു മത്സ്യത്തൊഴിലാളി അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ 3 ലക്ഷം രൂപയാണ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് മത്സ്യപ്പെട്ട 5,02,500 രൂപ കൊടുക്കുന്നുണ്ട്. ക്ഷേമനിധി ബോർഡ് 5,02,500 രൂപ കൊടുക്കുന്നുണ്ട്. ഒരു മത്സ്യത്തൊഴിലാളി ഹൃദയാഘാതം മൂലം സമയത്ത് മരിച്ചാൽ ഇന്ന് മത്സ്യബോട്ട് വഴി 1 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള വരുമാന പരിധി വളരെ കുറവായിരുന്നു. ഇപ്പോൾ 50,000 രൂപയാക്കി മാറ്റുകയുണ്ടായി. ഇതുവരെ ഇല്ലായിരുന്നൊരു പുതിയ പദ്ധതിയാണ് തണൽ പദ്ധതി. 1,350 രൂപ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും 1,350 രൂപ കൊടുക്കുന്ന പദ്ധതിക്ക് രൂപം കൊടുക്കുകയുണ്ടായി. ഞാൻ വരാം. ശ്രീ പീറ്റർ, ഇത് UDF നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചു എന്നതിന് അടിവരയിട്ടുകൊണ്ടാണ് ദിനകരൻ ഇപ്പോൾ ഈ പറഞ്ഞ കണക്കുകളെല്ലാം നിരത്തുന്നത്. മത്സ്യമേഖല ആയാലും കയർ മേഖലയായാലും അതല്ല കശുവണ്ടി മേഖലയായാലും ഈ തരത്തിൽ സർക്കാർ അവരുടെ പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭൂരിഭാഗം വരുന്നവർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ടാകുന്നത്? ശ്രീ ദിനകരൻ പറഞ്ഞ കാര്യങ്ങളിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശ്രീ പീറ്റർ, താങ്കൾ ടെലിഫോണിലുണ്ടോ? ഹലോ, താങ്കൾ ടെലിഫോണിലുണ്ടല്ലോ അല്ലേ? ആരാണ്? ശ്രീ പീറ്റർ, താങ്കൾ ടെലിഫോണിൽ തുടരുന്നുണ്ടോ? പീറ്ററാണോ? പീറ്ററാണോ? പീറ്റർ അല്ലേ ഇത്? ചെറിയ ചില സാങ്കേതിക പ്രശ്നം ഉണ്ടായതാണ്. ആലപ്പുഴയിൽ നിന്ന് ശ്രീ എ ഷുക്കൂർ ടെലിഫോൺ ലൈനിൽ ഉണ്ട് ഇപ്പോൾ. ശ്രീ എ ഷുക്കൂർ, കയർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുകയായിരുന്നു. അതിൽ
CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ PP ചിത്തരഞ്ജൻ പറഞ്ഞത് കയർ മേഖലയിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾക്ക് കാരണം ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളും വേണ്ട രീതിയിലുള്ള പരിഗണന നൽകാത്തതുമാണ്. കഴിഞ്ഞ LDF സർക്കാർ വന്ന സമയത്ത് നടപ്പാക്കിയിരുന്ന പദ്ധതികൾ, ആ മേഖലയോട് കാണിച്ച ആത്മാർത്ഥമായ സമീപനം, ഇതെല്ലാം ഈ സർക്കാർ വന്നതോടുകൂടി താറുമാറായിരിക്കുന്നു എന്നാണ്. ആദ്യം താങ്കളുടെ പ്രതികരണം. ഈ സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ് കയർത്തൊഴിലാളികളുടെ കൂലി പോലും വർധനവുണ്ടായത്. ഞാൻ കേരള നിയമസഭയിൽ അംഗമായത് 2009 2009 തിരുമേഖലയില് ഇടതുമുന്നണി സർക്കാർ കൊടുത്തുകൊണ്ടിരുന്ന കൂലി 90 രൂപയായിരുന്നു. തിരുമേഖലയിൽ കയർ പിരിക്കുന്ന തൊഴിലാളിക്ക് കിട്ടിയിരുന്ന പ്രതിദിന വേതനം 90 രൂപയായിരുന്നു. ഇപ്പോൾ അത് 280 രൂപയാണ് കൊടുക്കുന്നത്. ഇൻകം സപ്പോർട്ടിംഗ് സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അന്നത്തെ UPA ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയുമായി ലിങ്ക് ചെയ്ത് കൂലി വർദ്ധിപ്പിച്ചു നൽകി. ഇന്ന് 360 രൂപയാണ് ഉത്പാദന മേഖലയിലെ തൊഴിലാളിക്ക് ലഭിക്കുന്നത്. ഇത് 200 രൂപയിൽ താഴെയായിരുന്നു. ഈ യാഥാർത്ഥ്യം കണ്ടില്ല എന്ന് നടിക്കരുത്. ഇത് ബോധപൂർവം കയർ തൊഴിലാളികളുടെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. കയർ തൊഴിലാളികളുടെ പെൻഷൻ എത്രയായിരുന്നു? 250 രൂപയായിരുന്നു ഇവർ അവസാനം കൊടുത്തിരുന്നത്. വിരമിക്കൽ ആനുകൂല്യം കൊടുത്തിരുന്നത് ഇന്നിപ്പോ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു വലിയ ഇൻഷുറൻസ് പദ്ധതി വന്നിരിക്കുന്നു. അതിന് ഏതെല്ലാം തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പുതുതായി രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം കാണുമ്പോൾ തന്നെ അന്തം വിടും. അത് അത്രമാത്രം എണ്ണം, അത്രമാത്രം ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുക്കാൻ കഴിയും. ഇവിടുത്തെ പ്രശ്നം എന്താണ്? കയർ തൊഴിലാളികൾക്ക് ചെറുകിട ഉത്പാദകർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ അതെന്താ? ചകിരിയുടെ ലഭ്യത, അവിടെയാണ് കുഴപ്പം വന്നത്. ചകിരിയുടെ ലഭ്യത നമുക്ക് സമയത്ത് കൊടുക്കാൻ കഴിയുമായിരുന്നു. സമയത്ത് യന്ത്രവൽക്കരണത്തിലേക്ക് പോകണമായിരുന്നു. സമയത്ത് യന്ത്രവൽക്കരണത്തിലേക്ക് പോകാൻ കഴിയാതിരുന്നത് കമ്പ്യൂട്ടറിനെ എതിർത്തതുപോലെ, രവിയന്ത്രത്തെ എതിർത്തതുപോലെ തൊഴിലാളികളെ അസത്യം പ്രചരിപ്പിച്ച് അവരെ അതിൽ നിന്ന് അതിന് വിരുദ്ധമായി ചിന്തിപ്പിച്ച് എന്താ സംഭവിച്ചു? നമ്മുടെ നാട്ടിൽ വലിയ ടയർ ഫാക്ടറികൾ പൊള്ളാച്ചിയിലും മറ്റു സ്ഥലങ്ങളിലേക്കും പോയി. ശ്രീ A. ഷുക്കൂർ, ഈ വ്യവസായങ്ങളിലെ യന്ത്രവൽക്കരണവും ആധുനികവൽക്കരണവും, ശ്രീ A. ഷുക്കൂർ, കയർ മേഖലയിൽ യന്ത്രവൽക്കരണവും ആധുനികവൽക്കരണവും എന്നെല്ലാം ഈ പ്രകടന പത്രികയിലുള്ള നിങ്ങളുടെ വാഗ്ദാനം, ഇതൊന്നും പുതിയ കാര്യമല്ലല്ലോ. ഇതെല്ലാം നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും നിങ്ങൾ ഈ 5 വർഷം കൊണ്ട് നടപ്പാക്കിയിട്ടില്ല. ഇതിന്റെ ഫലം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കയറ്റുമതി വർദ്ധിച്ചിരിക്കുന്നു. പുതിയ ഫാക്ടറികൾ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷനിലൂടെ കൊടുത്ത തുകയേക്കാൾ എത്രയോ ഇരട്ടിയാണ് താഴേക്കത്തിന് ഉത്പാദകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ഇരട്ടിയാണ് കയറ്റുമതി ഉണ്ടായിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ചിത്തരഞ്ജൻ, പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്നവർക്ക്, വ്യവസായ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് വലിയ ആനുകൂല്യങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങളാണ് UDFന്റെ പ്രകടന പത്രികയിലുള്ളത്. സ്റ്റാർട്ടപ്പ് പരിപാടികളിൽ പരമ്പരാഗത വ്യവസായങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക, അവശത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, അവർക്ക് സൗജന്യ ചികിത്സ, വ്യവസായങ്ങളിൽ യന്ത്രവൽക്കരണവും ആധുനികവൽക്കരണവും പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്ന് തുടങ്ങി സമഗ്രമായ അവരുടെ വികസനത്തിന് ആവശ്യമായ ഒരു കാഴ്ചപ്പാട് UDFന്റെ പ്രകടന പത്രിക അവതരിപ്പിക്കുന്നുണ്ട്. ഷുക്കൂർ അതിനോടൊപ്പം പറയുന്നത് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കയർ മേഖലയിൽ കാര്യമായ വളർച്ച ഉണ്ടാക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്, അത് കാണാതെ പോകരുതെന്നാണ്. ആദ്യം എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ പരമ്പരാഗത വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ യഥാർത്ഥത്തിൽ ഞാൻ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അഭിപ്രായം പറഞ്ഞതാണ്. വ്യക്തമായി പഠിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഞാനൊരു മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രവർത്തകനാണ്. ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ളതിൽ എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവർത്തകൻ കൂടി ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകൻ എന്നുള്ള നിലയിൽ, ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലുള്ള അംഗം എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട ദിനകരൻ സാർ പറഞ്ഞതിന് ഒരു വാക്ക് പറയാതെ എനിക്ക് കയറിലേക്ക് പോകാൻ കഴിയില്ല. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ മരിക്കുന്ന മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി ഒരു കടാശ്വാസ കമ്മീഷൻ കൊണ്ടുവരണമെന്നുള്ളത്. ആ കടാശ്വാസ കമ്മീഷന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ ബഹുമാനപ്പെട്ട ദിനകരൻ സാർ അടക്കമുള്ള എല്ലാവരും ഒന്നിച്ച് ബന്ധപ്പെട്ടതാണ്. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ കേന്ദ്രം തന്നില്ല, UPA ഗവൺമെൻറ്റാ തന്നില്ല. കേരള സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി VSന്റെ ഗവൺമെൻറ് കാലം കേരളത്തിൽ കണ്ടതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഫിഷറീസ് മന്ത്രിയായിരുന്നു സഖാവ് S. ശർമ്മ.
അദ്ദേഹം ഫിഷറീസ് മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ കടാശ്വാസ നിയമം പാസ്സാക്കി കടാശ്വാസ കമ്മീഷൻ ഉണ്ടാക്കി. ശ്രീ പീറ്റർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ LDFന്റെ 4 വർഷക്കാലം ആ കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 232 കോടി രൂപയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കൊടുത്തതെങ്കിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 5 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ കേവലം 28 കോടി രൂപ മാത്രമാണ് കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഫലം എന്താണെന്നറിയാവോ? തൊഴിലാളികൾക്ക് മൊറട്ടോറിയം എന്ന് ബാങ്ക് മൊറട്ടോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടപടിയൊന്നും ഉണ്ടാകില്ല. പക്ഷേ ആ കാലഘട്ടത്തിലെ അടക്കമുള്ള പലിശയും പിഴപ്പലിശയും കൊടുക്കുവാൻ ഈ തൊഴിലാളി നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ആ കടാശ്വാസ കമ്മീഷനെ അട്ടിമറിച്ചൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ കഴിയാത്ത സന്ദർഭമാണ് ഈ ജൂൺ ജൂലൈ മാസക്കാലം. അതിനുള്ള പദ്ധതിയാണ് സമ്പാദ്യ സമാശ്വാസ പദ്ധതി. ആ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളി അടച്ച കാശ് അവൻ്റെ കാശ് വാങ്ങിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വന്നൊരു കാലഘട്ടമാണ് UDFന്റെ ഭരണകാലഘട്ടം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ അവസാനത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 3600 രൂപ ഇപ്പോഴത്തെ പ്രകടനത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തൊഴിലാളികൾക്ക് 3600 രൂപ കൊടുക്കുമെന്നുള്ളത്. മത്സ്യത്തൊഴിലാളിയുടെ പെൻഷൻ എത്ര മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോഴും ഉള്ളത്? ചരിത്രത്തിലെ ഏറ്റവും വലിയ വറുതിയാണ് മത്സ്യത്തൊഴിലാളി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ പോലും 13 മാസക്കാലത്തെ മത്സ്യത്തൊഴിലാളിയുടെ പെൻഷൻ കുടിശ്ശിക കിടക്കുകയാണ്. പിന്നെ എന്താണ്? അവസാന കാലഘട്ടത്തിൽ തങ്ങൾക്കിതൊന്നും കൊടുക്കേണ്ടി വരില്ല എന്ന് കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 10 നയാ പൈസ പോലും ഇല്ലാത്തപ്പോൾ ആ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുഖാന്തരം കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി. വരാൻ പോകുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ആയിരിക്കും, ആ ഇടതുപക്ഷ ഗവൺമെൻറ് കൊടുത്തോളും, തങ്ങൾക്ക് നഷ്ടമില്ലല്ലോ എന്നുള്ള നിലയിൽ തൊഴിലാളികളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള പണിയല്ലാതെ യഥാർത്ഥത്തിൽ ഈ ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനത്തിനകത്ത് ഒരു അർത്ഥമുള്ളതല്ല. ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. അടിസ്ഥാനപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളിയുടെ മണ്ണെണ്ണ വിഷയമടക്കമുള്ള പ്രശ്നങ്ങളിലെല്ലാം ഈ അവസാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലാണ് ഒരു ജില്ലയിൽ ഒരു കേന്ദ്രത്തിലെങ്കിലും മണ്ണെണ്ണ ബങ്ക് തുറക്കാനുള്ള നടപടി സ്വീകരിച്ചത്. LDFന്റെ 2010-11 ബഡ്ജറ്റ് കാലഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ മണ്ണെണ്ണ ഇറക്കുമതി ചെയ്ത് സംഘങ്ങൾ മുഖാന്തരം വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 25 കോടി രൂപ അതിനുവേണ്ടി വകകൊള്ളിച്ചിരുന്നെങ്കിൽ ആ തുകയടക്കം അതിനുശേഷം വന്ന ധനകാര്യമന്ത്രി KM മാണി എടുത്തു മാറ്റിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് മത്സ്യത്തൊഴിലാളി മേഖലയുടെ സ്ഥിതി. എൻ്റെ സുഹൃത്ത് ശ്രീ ഷുക്കൂർ ഇവിടെ പറഞ്ഞു കയർ വ്യവസായത്തെക്കുറിച്ച്. അദ്ദേഹം ആലപ്പുഴയിലുള്ള ആളാണ്. ആലപ്പുഴക്കാരെങ്കിലും ചിരിച്ചു പോകും, മറ്റുള്ളവർക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം. കാരണം എന്താ? കൂലി കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലെങ്കിൽ പിന്നെ എന്തിനാ കൂലി കൊടുക്കേണ്ടി വരുന്നത്? ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താ? തൊഴിലാളിക്ക് കൂലിയില്ല. വർധനവ് പ്രഖ്യാപിച്ചാൽ മതിയോ? വർധനവ് പ്രഖ്യാപിച്ചതുകൊണ്ട് കാര്യമല്ല, അവർ പണി കൊടുക്കാൻ എന്താ മാർഗമുള്ളത്? കയർ ഫെഡുമായി ബന്ധപ്പെട്ട് 54 കോടി രൂപയുടെ പുനരുദ്ധാരണ പാക്കേജാണ് LDFന്റെ ഗവൺമെൻറ് കാലത്ത് നടപ്പിലാക്കിയത്. എന്താ കയർ ഫെഡിൻ്റെ ഇന്നത്തെ അവസ്ഥ? കയർ ഫെഡ് വാങ്ങി വെച്ചിരിക്കുന്ന കയർ ഉൽപ്പന്നം കയറ് അവിടെ ഇരുന്ന് കെട്ടിക്കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ? യഥാർത്ഥത്തിൽ അത് വല്ലതും ചെയ്യാൻ കഴിയുന്നുണ്ടോ? ആ ചെറുകിടക്കാരായിട്ട് കയർ വ്യവസായം വാങ്ങുന്ന സംഘങ്ങൾക്ക് കൃത്യമായി കാശ് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അതിൻ്റെ ഫലമായിട്ട് എന്താ? തൊഴിലില്ല. പിന്നെ കൂലി വർദ്ധിപ്പിച്ചു. ഇടതുപക്ഷ ഗവൺമെൻറ് വരുന്ന കാലത്ത് 70 രൂപ മുതൽ 110 രൂപ വരെയാണ് ചെറിയ മേഖലയിൽ ഉണ്ടായിരുന്നത്. LDF ഗവൺമെൻറ് 200 ആക്കി. അതിനുശേഷം ഈ ഗവൺമെൻറ് കൂടി കൂട്ടാൻ തയ്യാറായില്ല. നിരന്തരമായ പ്രക്ഷോഭണം നടത്തി. കയർ വർക്കേഴ്സ് സെൻറ്റർ, ആനത്തലവട്ട വാനന്ദനും തോമസ് ഐസക് അടക്കമുള്ളവർ നിയമസഭയുടെ അകത്തും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലും നാട്ടിലാകെ നടത്തിയ സമരത്തിൻ്റെ എല്ലാം ഫലമായിട്ടാണ് കൂലി വർദ്ധിപ്പിച്ചത്. പക്ഷേ എന്താ കൂലി വർദ്ധിപ്പിച്ചിട്ട് പ്രയോജനം? കൂലി വർദ്ധിപ്പിച്ചെങ്കിലും ജോലിയില്ല. ഇതാണ് കയർ മേഖല. ഇടപെടുകയാണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വാഗ്ദാനങ്ങൾ മതിയോ? ചർച്ച തുടരാം ഇടവേളയ്ക്ക് ശേഷം. വാഗ്ദാനങ്ങൾ കൊണ്ട് കേരളത്തിലെ പരമ്പരാഗത വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ശ്രീ PP ചിത്തരഞ്ജൻ, ശ്രീ P ദിനകരൻ, ശ്രീ ബിജു ലക്ഷ്മികാന്തൻ, ശ്രീ A ഷുക്കൂർ എന്നിവരാണ്. ശ്രീ ബിജു ലക്ഷ്മികാന്തൻ, നേരത്തെ കയർ മേഖലയിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ശ്രീ ചിത്തരഞ്ജൻ പറഞ്ഞു കൂലി കൂട്ടിയതുകൊണ്ട് കാര്യമായില്ല, തൊഴിൽ ദിനങ്ങൾ നൽകാതെ ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്ന കാര്യം. കാഷ്യൂ കോർപ്പറേഷന് കീഴിലും കാപ്പക്സിന് കീഴിലുള്ള ഫാക്ടറിയിലുള്ള തൊഴിലാളികളെ സംബന്ധിച്ചും ഈ പ്രശ്നം ബാധകമല്ലേ? കാഷ്യൂ കോർപ്പറേഷനിലെ അഴിമതി CBI അന്വേഷിക്കാൻ വേണ്ടി കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അതിന് പുറമെ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ, അവർക്ക് നൽകേണ്ട മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ, തൊഴിൽ ദിനങ്ങളുടെ കാര്യത്തിലെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടിരിക്കുകയാണ് ഈ 5 വർഷം. എന്താണ് ഇതിനുള്ള അടിസ്ഥാന കാരണം? അടിസ്ഥാനപരമായിട്ടുള്ള കാരണം അത് നടപ്പിലാക്കുന്നതിനകത്തുള്ള ഭരണപരിചയത്തിനകത്തുണ്ടായ വീഴ്ചകളാണ്. അതുതന്നെയാണ് കാഷ്യൂ കോർപ്പറേഷൻ മേഖലയിൽ സംഭവിച്ചിട്ടുള്ളത്.
കശുവണ്ടി മേഖലയിൽ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട കാർഷിക കോർപ്പറേഷൻ 2006 മുതൽ 2011 കാലഘട്ടത്തിൽ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 2 പ്രാവശ്യം കൂലി വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ 2 പ്രാവശ്യം കൂലി വർദ്ധിപ്പിച്ചപ്പോഴും സ്വകാര്യ മേഖലയിലെ മുതലാളിമാരടക്കം ഫാക്ടറികൾ അടച്ചിട്ടുകൊണ്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ തയ്യാറായില്ല. കാരണം അതിനെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന തരത്തിൽ വളരെ ശക്തമായി നിയന്ത്രിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ട് എന്നുള്ള ബോധ്യം ഈ മുതലാളിമാർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു ഗവൺമെൻറ് വളരെ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുടെയും ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തിനും വിധേയപ്പെട്ടുകൊണ്ട് തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടെടുത്തു. എന്നാൽ കൂലി വർദ്ധിപ്പിച്ച ആ ഒരു സാഹചര്യത്തിൽ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട കാർഷിക കോർപ്പറേഷൻ അടച്ചിട്ട സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടാണ് ഇവർ കൂലി വർദ്ധിപ്പിച്ചു. എന്നാൽ വർദ്ധിപ്പിച്ച കൂലി നടപ്പിലാക്കേണ്ട കാർഷിക കോർപ്പറേഷൻ അടച്ചിട്ടിരിക്കുന്നു. സ്വകാര്യ മുതലാളിമാർ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള സംവിധാനം സ്വീകരിക്കുന്നതിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പരാജയപ്പെട്ടു. ആ പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ പാവം കശുവണ്ടി തൊഴിലാളികളാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നേരത്തെ എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ചിത്തരഞ്ജിത്ത് സഖാവ് സൂചിപ്പിച്ചു, അത് തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. തൊഴിലാളികൾക്ക് കൂലി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിക്കലല്ല വേണ്ടുന്നത്. തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിച്ചാൽ ആ കൂലി തൊഴിലാളികളുടെ കയ്യിൽ കൃത്യമായി എത്തിക്കുവാനുള്ള ബാധ്യത കൂടി ഈ ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. ആ ബാധ്യത ഏറ്റെടുക്കുന്നതിൽ ഈ ഗവൺമെൻറ് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. കാർഷിക കോർപ്പറേഷനിൽ 2009 പകുതിക്ക് ശേഷമുള്ള ഗ്രാറ്റുവിറ്റി കുടിശ്ശിക തീർക്കാനുണ്ട്. 2009 മുതൽ 2016 7 വർഷക്കാലത്തെ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക കൊടുക്കാനുള്ള കാലഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ട്രേഡ് യൂണിയൻ സംഘടനകൾ CITUം AITUCയും UTUCയും അടക്കമുള്ള സംഘടനകൾ വളരെ ശക്തമായി സമരത്തിന് വന്നു. ആ സമരത്തിന്റെ ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യമേഖലയിൽ ഉൾപ്പെടെ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നൽകിയിരുന്ന ഉറപ്പുകൾ ഏതൊക്കെ തരത്തിൽ ലംഘിക്കപ്പെട്ടു എന്നാണ് ഇവർ ഓരോരുത്തരും ചൂണ്ടിക്കാണിച്ചത്. ശ്രീ ചിത്തരഞ്ജൻ അവസാനം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടാകുമല്ലോ താങ്കളുടെ കയ്യിൽ. ശ്രീ ദിനകരൻ, താങ്കളോട് തന്നെ ഇതിനെ സംബന്ധിച്ചൊരു കാര്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ മണ്ണെണ്ണ ബങ്കിലൂടെ മത്സ്യത്തൊഴിലാളികൾക്ക് 25 രൂപ സബ്സിഡി നിരക്കിൽ മണ്ണെണ്ണ വിതരണം ചെയ്ത വാഗ്ദാനമല്ല, അത് നടപ്പിലാക്കിയ കാര്യമാണ്. പെൻഷൻ 600 രൂപയാക്കി വർദ്ധിപ്പിച്ച് നടപ്പിലാക്കിയ കാര്യമാണ്. മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചത് നടപ്പിലാക്കിയ കാര്യമാണ്. ഈ തണൽ പദ്ധതി 1350 രൂപ എന്നുള്ളത് നടപ്പിലാക്കിയ കാര്യമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഭവന നിർമ്മാണ പദ്ധതി 50,000 എന്നുള്ളത് 2 ലക്ഷമാക്കി വർദ്ധിപ്പിച്ച് നടപ്പിലാക്കിയ കാര്യമാണ്, വാഗ്ദാനമല്ല. അതേസമയത്ത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു, ഉൾനാടൻ മേഖലയിലെ ദേശീയ ജലപാത വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ നീക്കം ചെയ്തപ്പോൾ മുൻ ഗവൺമെൻറ് എടുത്ത തീരുമാനം എന്താണ്? ലൈസൻസ് ഉള്ള ഊന്യവലകൾക്കും ചീനവലകൾക്കും 1 ലക്ഷം രൂപ, ലൈസൻസ് ഇല്ലാത്തതിന് 50,000 രൂപ. ഈ ഗവൺമെൻറ് വന്നപ്പോൾ എന്താ ചെയ്തത്? ലൈസൻസ് ഉള്ള ഊന്യവലകൾക്കും ചീനവലകൾക്കും 2.5 ലക്ഷം രൂപ, ലൈസൻസ് ഇല്ലാത്തതിന് 1.25 ലക്ഷം രൂപ അനുസരിച്ച് 1607 ലക്ഷം രൂപ വിതരണം ചെയ്യുകയുണ്ടായി. പിന്നെ കടാശ്വാസ കമ്മീഷൻ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ശരിയാണ്, കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. 200 കോടി രൂപയോളം കടാശ്വാസ കമ്മീഷൻ്റെ കാര്യത്തിൽ ബാധ്യതയുണ്ട്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്, ആ തുക കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമായി പറയാനുള്ളത്, ഇലക്ഷൻ നമ്മുടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് പിന്നെ നടപടിക്രമങ്ങൾ വന്നത് മാർച്ച് മാസം 4-ാം തീയതിയാണ്. തെരഞ്ഞെടുപ്പ് മെയ് മാസം 16-ാം തീയതിയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബോർഡിൽ നിന്ന് 5000 രൂപ ചികിത്സാ സഹായം പോലും കൊടുക്കാൻ പറ്റുന്നില്ല. പെൻഷൻ തുക അനുവദിച്ചിട്ട് വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല. മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണയുടെ സബ്സിഡി കൊടുക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ 2 ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികൾ ഉൾക്കൊള്ളുന്ന SH ഗ്രൂപ്പുകളുണ്ട്, അവർക്കുള്ള വായ്പാ വിതരണം നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്താണ്? പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിലാണെന്നാണ് പറയുന്നത്. ഈ പാവം പിടിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് ദൈനംദിനം മുൻപ് കൊടുത്തുകൊണ്ടിരുന്നതാണ്, ഒരു പുതിയ ആനുകൂല്യമല്ല. ഈ കൊടുത്ത ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാൻ സാധിക്കാത്ത രീതിയിൽ തടസ്സം സൃഷ്ടിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഏതോ നിഗൂഢ ശക്തികളുണ്ട് എന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുകയാണ്. ശ്രീ A. ശുക്കൂർ, നേരത്തെ ശ്രീ ചിത്തരഞ്ജൻ പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി ഉണ്ടോ? ചിത്തരഞ്ജൻ പച്ച കള്ളമല്ലേ പറഞ്ഞത്? ഇപ്പൊ ദിനേര സാർ എന്ത് വ്യക്തമായി ഒക്കെ പറഞ്ഞിരിക്കുന്നു, എത്ര വ്യക്തമായി. മണ്ണെണ്ണ വെട്ട് ആരംഭിക്കാൻ പോകണമെന്നാണ് ചിത്തരഞ്ജൻ പറഞ്ഞത്. ഒരു ജില്ലയിലും അതുകൊണ്ടുള്ള ആലപ്പുഴ ജില്ലയിൽ തന്നെ വളക്കുവഴിയിലും അർച്ചങ്ങളിലും ആരംഭിച്ച് അതിന്റെ ആനുകൂല്യം
മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. 50,000 രൂപയുടെ ഭവനപാല പദ്ധതി 2 ലക്ഷമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കോടിക്കണക്കിന് രൂപ ഒരു MLA-മാരും ഫിഷറീസ് വകുപ്പിൽ നിന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് വഴി അടിസ്ഥാന സൗകര്യത്തിന് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് UPA ഗവൺമെന്റ് കാലത്ത് വന്ന പദ്ധതിയാണ്. ശർമ്മയുടെ കാലത്ത് 5% നടന്നെങ്കിൽ ഇന്ന് 200-300% നടക്കുന്നു. എന്തൊരു മാറ്റമാണിപ്പോ. അപ്പോ ഈ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇതെല്ലാം പ്രഖ്യാപിച്ചാണെന്നാണ്. പ്രഖ്യാപനമല്ല, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചിത്രരഞ്ജൻ കള്ളം പറയുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് ദീപൽസിനെ പോലെ കള്ളം പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാനുള്ള സമയം എത്ര മത്സ്യബന്ധനത്തിന് കൊണ്ട് തൊഴിലാളി ബന്ധപ്പെട്ടാൽ ഇപ്പോൾ എത്ര ലക്ഷം രൂപയാണ് കിട്ടുന്നത്? പഴയതുപോലെയാണ്. സമയപരിമിതി ഞാൻ ഇടപെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും രാഷ്ട്രീയ പാർട്ടികൾ പുതിയ വാഗ്ദാനങ്ങളുമായി പരമ്പരാഗത വ്യവസായ മേഖലയിലുള്ളവർക്കൊപ്പം എത്തുമ്പോൾ ഏത് തരത്തിൽ അവർ സ്വീകരിക്കുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി ശ്രീ PP ചിത്തരഞ്ജൻ, ശ്രീ A ഷുക്കൂർ, ശ്രീ P ദിനകരൻ, ശ്രീ ബിജു ലക്ഷ്മികാന്തൻ, ശ്രീ പീറ്റർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോ ചിത്രങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം media1tv.in. ഇനി പോളിമിക്സ് കാണാം. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ.